അപ്പോൾ നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ നോക്കാവേ. ഫസ്റ്റ് ചാപ്റ്റർ പറയണത് കമ്പ്യൂട്ടറിൻ്റെ ബേസിക്സ് ആണ് പറയണത്. എന്താണ് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ? എന്താണ് കമ്പ്യൂട്ടർ? നിങ്ങളുടെ വീട്ടിലൊരു ഓരോ മെഷീൻസ് ഇല്ലേ? ഫ്രിഡ്ജ് ഉണ്ട്, മിക്സി ഉണ്ട്, വാഷിംഗ് മെഷീൻ ഉണ്ട്, എല്ലാം അല്ലേ? അതെല്ലാം എന്താണ്? ഇലക്ട്രോണിക് ഡിവൈസാണ്. അതുപോലെ തന്നെയാണ് കമ്പ്യൂട്ടറും. കമ്പ്യൂട്ടർ ഒരു ഇലക്ട്രോണിക് ഡിവൈസാണ്. അതെന്ത് റിസീവ് ചെയ്യും? ഇൻപുട്ട് റിസീവ് ചെയ്യും. ഇൻപുട്ട് റിസീവ് ചെയ്ത് അതിനെ പ്രോസസ്സ് ചെയ്യും. ഇൻപുട്ട് റിസീവ് ചെയ്ത് പ്രോസസ്സ് ചെയ്ത് ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ എന്താ ചെയ്യണത്? കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോണിക് മെഷീനാണ്. അപ്പം നമ്മൾ എന്ത് ഡാറ്റ കൊടുത്താലും, ഏതൊരു മെഷീൻ്റെ കേസിലാണെന്നുണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യും? ഇൻപുട്ട് കൊടുക്കാറുണ്ട് അല്ലേ? ഇൻപുട്ട് കൊടുത്ത് ഇപ്പോൾ വാഷിംഗ് മെഷീൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻപുട്ട് എന്തൊക്കെ കൊടുക്കും? നമ്മുടെ ക്ലോത്ത്സ് ഇടും, അതുപോലെ തന്നെ അതിന് വേണ്ടിയിട്ട് സോപ്പ് ലിക്വിഡ് ഒഴിക്കും, എന്നിട്ട് വെള്ളം, അതിനാവശ്യമുള്ള വെള്ളം അതെന്ത് ചെയ്യും? പ്രോസസ്സ് ചെയ്യും. അത് അലക്കുമല്ലോ. എന്നിട്ട് നമുക്ക് അലക്കി ഉണങ്ങിയ തുണിയായിരിക്കും നമുക്ക് ഔട്ട്പുട്ടായിട്ട് തരാം. അതുപോലെ തന്നെയാണ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. അതൊരു ഇൻപുട്ട് റിസീവ് ചെയ്യും, അത് പ്രോസസ്സ് ചെയ്യും, പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞ് ഒരു ഔട്ട്പുട്ട് നമുക്ക് തരും. ഓക്കെ, മനസ്സിലായില്ലേ? അത്രയും. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് കമ്പ്യൂട്ടറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് അതിനുള്ളതെന്നാണ് നമ്മൾ നോക്കാൻ പോണത്. എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഉള്ളത്? അതിന് സ്പീഡാണ് ഫസ്റ്റ് പറയണത് അല്ലേ? അതിന് ഭയങ്കര സ്പീഡായിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾക്കിപ്പോൾ ഒരു 100 കണക്ക് ചെയ്യാൻ തന്നു, നമ്മൾ എത്ര സമയം കൊണ്ട് ചെയ്യും? സിമ്പിൾ മാത്തമാറ്റിക്സ് ആണ്, പക്ഷേ അത് നമ്മൾ എത്ര 100 എണ്ണം പ്രോബ്ലംസ് തന്നു, നമ്മൾ എത്ര സമയം കൊണ്ട് ചെയ്യും? എങ്ങനെ പോയാലും 100 മിനിറ്റ് എടുക്കും, അതായത് ഒരു മണിക്കൂറിൽ കൂടുതൽ എടുക്കും അല്ലേ ചെയ്യാനായിട്ട്, ഇല്ലേ? പക്ഷേ ഒരു സിസ്റ്റത്തിനെ സംബന്ധിച്ച് നമ്മൾ നോക്കാൻ നേരത്ത് അത് ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്, ഒരു സെക്കൻഡിൻ്റെ ഒരു ഫ്രാക്ഷൻ്റെ സമയത്തിനുള്ളിൽ ഈ റിസൾട്ട് നമുക്ക് തരും. അപ്പോൾ അതിൻ്റെ പ്രോസസ്സിങ് സ്പീഡ് എന്ന് പറയുന്നത് വളരെ വളരെ കൂടുതലാണ്. അപ്പോൾ സ്പീഡാണ് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ. പിന്നെ വരുന്നതാണ് സ്റ്റോറേജ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കൊരു സ്റ്റോറേജ് ആയിട്ടും എന്തിനെ കൊടുക്കാൻ പറ്റും? കമ്പ്യൂട്ടറിനെ യൂസ് ചെയ്യാൻ പറ്റും. എങ്ങനെ യൂസ് ചെയ്യാനാണ്? നമ്മളുടെ ഡാറ്റാസ്, ഇപ്പോൾ നമ്മളുടെ പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ പേഴ്സണൽ ഫോട്ടോസ്, നമ്മുടെ സർട്ടിഫിക്കറ്റ്സിൻ്റെ കോപ്പി, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫംഗ്ഷൻ്റെ, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ അതൊരു സ്റ്റോറേജ് സ്പേസ് ആയിട്ട് നമ്മൾ കൂടുതലായി ഇതിന് ഉപയോഗിക്കണേ. അതുപോലെ തന്നെയാണ് സ്റ്റോറേജ് സ്പേസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ബാങ്കിങ് സെക്ടർ, ഏതൊരു മേഖല എടുക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ഡാറ്റ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് കറക്റ്റായിട്ട് സേവ് ചെയ്ത് വെക്കണം അല്ലേ? അപ്പോൾ ആ ഒരു സ്റ്റോറേജിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റും? കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ വരുന്നത് ആക്യുറസിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു ഒരു 100 കണക്ക് തന്നു, നമ്മൾ പോട്ടെ 1.5 മണിക്കൂർ കൊണ്ട് 100 എണ്ണം ചെയ്തു എന്ന് വിചാരിക്കും. പക്ഷെ അത് എത്രത്തോളം ശരിയാവുമെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, നമുക്ക് ഒരു എൻഷുറില്ല. പ്രോബബിലിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഒന്നും പറയില്ല അല്ലേ? എത്രത്തോളം 50% ചിലപ്പോൾ നമ്മൾ പറയുള്ളൂ. പക്ഷെ ഒരു മെഷീൻ, സിമ്പിൾ മാത്തമാറ്റിക്സ് ആണെന്നുണ്ടെങ്കിൽ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം അത് ഏതാണ്ട് 100% ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട്സ് ആയിരിക്കും തരുന്നത്. കോംപ്ലക്സ് മാത്തമാറ്റിക്സിലും അങ്ങനെ തന്നെയാണ്, പക്ഷേ അത് നമുക്ക് 100% എന്ന് പറയാൻ പറ്റില്ല. 99.999 അങ്ങനെ പോകും. ചില ഒരു .something% അവിടെ എറർ വരാനുള്ള ചാൻസ് ഉണ്ട്, അത് പറയുന്നത്. ഇപ്പോൾ സിമ്പിൾ മാത്തമാറ്റിക്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ടുകൾ നമുക്ക് തരും. പിന്നെ അതിൻ്റെ വേഴ്സറ്റാലിറ്റിയാണ് അടുത്തത് വരുന്നത്. വേഴ്സറ്റൈൽ, അത് മറ്റേതിൽ ഡെലിജൻസ് എന്നായിരിക്കും കിടക്കുന്നത്. എന്താണ് വേഴ്സറ്റൈൽ അല്ലെ ഡെലിജൻസ് എന്ന് പറഞ്ഞാൽ? നമ്മൾ ഏതൊരു മേഖല എടുക്കണമെങ്കിൽ നമുക്ക് കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യാം അല്ലേ? ഇപ്പോൾ നമ്മുടെ ഇവിടെ തന്നെ ഓഫീസ് സെക്ഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്, നമ്മളിപ്പോൾ ഒരു സ്റ്റേഷനറി കടയിൽ പോയി, ഒരു ബുക്ക് വാങ്ങിക്കാനുള്ള കടയിൽ പോയി, അവരുടെ ഇൻവെൻട്രി മാനേജ് ചെയ്യുന്നതും ബില്ലിങ്ങും ചെയ്യണത് എന്ത് വെച്ചിട്ടായിരിക്കും? കമ്പ്യൂട്ടർ വെച്ചിട്ടാണ്. ഒരു ബേക്കറിയിൽ പോയി അവിടെ ഉണ്ടാവും. ഓക്കെ, ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയി അവിടെ കുറേ കമ്പ്യൂട്ടേഴ്സ് ഉണ്ടാവും അല്ലേ? ഒരു വെഹിക്കിൾസ്, വാഹനങ്ങൾ വിൽക്കുന്ന കടയിൽ പോയി, എവിടെ ചെന്നാലും നമുക്ക് കമ്പ്യൂട്ടറിനെ ഉപയോഗിക്കാനായിട്ട് പറ്റും. മനസ്സിലായില്ലേ? എഡ്യൂക്കേഷൻ പർപ്പസിനാണെങ്കിലും ഏതൊരു സെക്ടറിൽ പോയാലും ആ സെക്ടറിന് അനുയോജ്യമായ രീതിയിൽ നമ്മൾക്ക് കമ്പ്യൂട്ടറിനെ ഉപയോഗിക്കാൻ പറ്റും. അതാണ് ഡെലിജൻസ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അതിൻ്റെ വേഴ്സറ്റാലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഡെലിജൻസിൽ വരുന്നത് ശരിക്കും പറഞ്ഞാൽ അത് ടയേർഡ് ആവില്ല.
നമ്മളിപ്പോൾ ഈ 100 കണക്ക് ചെയ്തിട്ട് പിന്നെയും നമുക്കൊരു 200 കണക്ക് എന്നാൽ നമ്മൾ എന്ത് പറയും, ഇതെന്താ നമുക്ക് പിന്നെയും തന്നെയെന്ന് നമ്മൾ ചിന്തിക്കും അല്ലേ. പക്ഷേ കമ്പ്യൂട്ടർ സിസ്റ്റത്തെ സംബന്ധിച്ചത് ഡെലിജൻ്റ് ആണ്. അതായത് എന്തൊക്കെ എത്രയൊക്കെ കൊടുത്താലും അതൊരു ടയേർഡ്നെസ്സും ഇല്ലാണ്ട് അത് ചെയ്യും. ഓക്കെ, ഇപ്പോൾ 100 കൊടുത്താൽ ആ സെക്കൻഡിൽ തന്നെ 200 കൊടുത്താലും അടുത്ത ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിനുള്ളിൽ അതും ചെയ്ത് നമുക്ക് റിസൾട്ട് തരും. അതിന് ടയേർഡ്നെസ് ഇല്ല. അതാണ് ഡെലിജൻസ് കൊണ്ട് മീൻ ചെയ്യണത് കേട്ടോ. ഇനി പറയണത് നോ ഇൻ്റലിജൻസ് എന്നാണ്. കമ്പ്യൂട്ടർ സിസ്റ്റത്തെ സംബന്ധിച്ച് അതെന്താ ചെയ്യുന്നത്, നമ്മൾ ഡെവലപ്പ് ചെയ്ത കാര്യങ്ങളാണല്ലേ അത് ചെയ്തുകൊണ്ടിരിക്കണം. ഇപ്പോൾ ഈ 100 കണക്ക് ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിനുള്ളിൽ ചെയ്യണമെന്ന് പറഞ്ഞു. അത് ആരാണ് അതിനെക്കൊണ്ട് ചെയ്യാൻ പ്രാപ്തരാക്കിയത്? നമ്മളാണ്, നമ്മളെ മനുഷ്യരാണല്ലേ. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു കണ്ടീഷൻ വരുമ്പോൾ ഇന്ന പോലെ റിയാക്ട് ചെയ്യണമെന്ന് നമ്മളാണ് പറഞ്ഞു കൊടുക്കണേ. അല്ലാണ്ട് സിസ്റ്റത്തിന്, കമ്പ്യൂട്ടറിന് എന്താണ് സ്വയമേ ചിന്തിച്ച് ഒരു കാര്യങ്ങൾ ചെയ്യാനുള്ള ബുദ്ധിയില്ല, അതിനൊരു ഇൻ്റലിജൻസ് ഇല്ല, അതുപോലെ തന്നെ ഇമോഷൻസ് ഇല്ല. അതിന് ഒരു പർട്ടിക്കുലർ ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻ വന്നാൽ അതെന്ത് ചെയ്യണം എന്നതിനറിയില്ല. നമ്മൾ എന്ത് ഇൻസ്ട്രക്ഷനാണോ കൊടുക്കുന്നത് അതനുസരിച്ച് അത് റിയാക്ട് ചെയ്യുള്ളൂ. അല്ലാണ്ട് ആ ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ അത് ഐഡിയലായിട്ട് ഇരിക്കുകയുള്ളൂ. നമ്മളെന്തെങ്കിലും പറഞ്ഞാൽ അത് ചെയ്യും. ഇന്ന കാര്യങ്ങൾ ഇന്ന പോലെ ചെയ്താൽ ആ ഒരു സിറ്റുവേഷൻ സ്മൂത്താക്കി പോകാമെന്ന് നമ്മൾ പറഞ്ഞാൽ അത് പോകും. ഓക്കെ, ഇത്രയൊക്കെ അല്ലേ. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ പോർഷൻസാണത്. ഇനി അടുത്തത് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സാണ്. ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സിൽ അല്ലേ കുറച്ച് വ്യത്യാസമുണ്ട്. ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ നോക്കി. ലിമിറ്റേഷനാണ് ശരിക്കും എന്ത് പറയുന്നത്, അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയും. ലിമിറ്റേഷൻ, നോ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് എന്താണ്, അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഇനി അടുത്ത പറയുന്നത് ഹിസ്റ്ററി ഓഫ് കമ്പ്യൂട്ടേഴ്സാണ്. അടുത്ത ചാപ്റ്ററായിട്ട് നമുക്ക് വരും ഹിസ്റ്ററി ഓഫ് കമ്പ്യൂട്ടേഴ്സ്. അപ്പോൾ ഹിസ്റ്ററി ഓഫ് കമ്പ്യൂട്ടേഴ്സിൽ എന്തെന്നാന്ന് വെച്ചാൽ, ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കമ്പ്യൂട്ടർ എവല്യൂഷൻ ചെയ്ത സമയത്ത് നമ്മൾ ഒരു സിസ്റ്റം ഒരു ഇങ്ങനത്തെ രീതിയിൽ വർക്ക് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടല്ല അന്ന് ചെയ്തത്. അന്ന് ശരിക്കും അവർ ഡെവലപ്പ് ചെയ്തത് മാത്തമാറ്റിക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു മെഷീൻ ഈസി ആക്കാൻ വേണ്ടി ഒരു മെഷീൻ ഡെവലപ്പ് ചെയ്യുക. ഇത്രയും മാത്രമായിരുന്നു അവരുടെ ലക്ഷ്യം. അതായത് മാത്തമാറ്റിക്കൽ സയൻറ്റിസ്റ്റുകളും ഫിസിക്സുകാരുമാണ് ഇത് ചെയ്തത്. ശരിക്കും അവർക്ക് എന്താണ്, അവർക്ക് മാത്സ് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലൊരു മെഷീൻ വേണമെന്ന് മാത്രമാണ് അവർ ചിന്തിച്ചത്. അപ്പോൾ അങ്ങനത്തെ ഒരു എവല്യൂഷനിൽ ഫസ്റ്റ് വരുന്നതാണ് അബാക്കസ് എന്ന് പറയുന്ന സംഭവം. അബാക്കസ് കേട്ടിട്ടുണ്ടോ? ഒരു മുത്ത് പോലത്തെ, നമ്മുടെ ഇപ്പോൾ സ്കൂളിലെ പിള്ളേർക്ക് സ്ലേറ്റിൽ മുത്തുണ്ടാവും അല്ലേ, അതേപോലെ തന്നെയാണ്. അപ്പോൾ ആ മുത്ത് എന്തിനാണ്, അബാക്കസ് അറിയുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ മുത്ത് വെച്ചിട്ട് പെട്ടെന്ന് കാൽക്കുലേഷൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് അബാക്കസിൻ്റെ ഏറ്റവും സിമ്പിൾ ഫോമാണ്. അപ്പോൾ അബാക്കസ് ആയിരുന്നു ഫസ്റ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ആ ഒരു കാൽവെപ്പ് എന്ന് പറയുന്നത് ഒരു അബാക്കസ് ആയിരുന്നു. മാനുവൽ കാൽക്കുലേറ്റിംഗ് ഡിവൈസാണ് അബാക്കസ് എന്ന് പറഞ്ഞാൽ. പിന്നെ ഒരു മെക്കാനിക്കൽ കാൽക്കുലേറ്റർ 1623 to 1668 ബ്ലേസ് പാസ്കൽ എന്ന് പറയുന്ന ആളുണ്ടാക്കി. ബ്ലേസ് പാസ്കൽ അതൊരു മെക്കാനിക്കൽ കാൽക്കുലേറ്റർ ആയിരുന്നു. പിന്നെയാണ് ഫാദർ ഓഫ് ദി കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്ക് നമ്മൾ വരുന്നത് എപ്പോഴാണ്, ചാൾസ് ബാബേജിൻ്റെ കാലത്താണ്. ചാൾസ് ബാബേജിൻ്റെ പറയുന്നത് 1791 to 1871 ആണ്. ചാൾസ് ബാബേജ് ആണ് ശരിക്കും ഫാദർ ഓഫ് ദ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. ചാൾസ് ബാബേജ് എന്താണെന്ന് ക്രിയേറ്റ് ചെയ്തത് ഒരു ഡിഫറൻസ് എഞ്ചിനാണ്. അതായത് സിമ്പിൾ മാത്തമാറ്റിക്സുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡിഫറൻസ് എഞ്ചിൻ എന്ന് പറഞ്ഞിട്ട് ഒരു എഞ്ചിൻ ക്രിയേറ്റ് ചെയ്തു. നേരത്തെയും ക്രിയേറ്റ് ചെയ്തല്ലോ ഒരു എഞ്ചിൻ, മെക്കാനിക്കൽ എഞ്ചിൻ ബ്ലേസ് പാസ്കൽ ചെയ്തായിരുന്നു. പക്ഷെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ചാൾസ് ബാബേജ് എന്ത് ചെയ്തു, അതിൽ കുറച്ച് അനലിറ്റിക്കൽ കാര്യങ്ങൾ കൂടി ചേർക്കാൻ തുടങ്ങി, കുറച്ച് ലോജിക്കലായിട്ടുള്ള കാര്യങ്ങൾ കൂടി ചേർക്കാൻ തുടങ്ങി. അപ്പോഴത്തേക്കും അതിനെ നമ്മൾ പിന്നെ വിളിക്കുന്നത് അനലിറ്റിക്കൽ എഞ്ചിൻ എന്നാണ്. ഓക്കെ, അപ്പോൾ അവിടെ എന്തായി, നമ്മൾ സിമ്പിൾ കാൽക്കുലേഷൻസ് മാത്രമല്ല ഒരു അനലിറ്റിക്സ് കൂടി അവിടെ ചെയ്യാൻ തുടങ്ങി. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ ഇന്ന ഡാറ്റ വരുമ്പോൾ ഇന്ന കാര്യങ്ങൾ ചെയ്യണം, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒരു കമ്പാരിസണോ അല്ലെങ്കിൽ ലോജിക്കലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി ഇൻക്ലൂഡ് ചെയ്തു. അതാണ് നമ്മുടെ
അനലിറ്റിക്കൽ എഞ്ചിൻ എന്ന് പറയുന്നത്. ആ ഒരു കണ്ടുപിടുത്തമാണ് ശരിക്കും കമ്പ്യൂട്ടറിൻ്റെ കണ്ടുപിടുത്തം എന്ന് പറഞ്ഞത്. ഫസ്റ്റ് സ്റ്റെപ്പിലേക്ക് നമ്മൾ കാലെടുത്ത് വെച്ചത് ഏതാണ്? ഈ പറയുന്ന ഡിഫറൻസ് എഞ്ചിനും അനലിറ്റിക്കൽ എഞ്ചിനുമാണ്. ആ ഒരു കൺസെപ്റ്റിലേക്ക് കൊണ്ടുവന്നത് ചാൾസ് ബാബേജ് ആണ്. അതുകൊണ്ടാണ് പുള്ളീനെ എൻ്റെ കമ്പ്യൂട്ടറിൻ്റെ ഫാദർ ഓഫ് ദ കമ്പ്യൂട്ടർ എന്ന് നമ്മൾ പറയണത്. ഓക്കെ, ഡിഫറൻസ് എഞ്ചിൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? കാൽക്കുലേറ്റർ മാത്രമായിരുന്നു. പക്ഷേ അനലിറ്റിക്കൽ എഞ്ചിൻ എന്താ ചെയ്തിരുന്നത്? പ്രോഗ്രഷൻസ്, അരിത്തമെറ്റിക് കാൽക്കുലേഷൻസ്, ഫുള്ളി ജനറൽ പർപ്പസ് ആയിട്ടുള്ള കമ്പ്യൂട്ടേഷൻസും പ്രോഗ്രഷൻസ് അറിയാനൊക്കെ നമുക്ക് ആ കാൽക്കുലേറ്റർ കൊണ്ട് പറ്റുമായിരുന്നു. ഓക്കെ, പിന്നെ ഒരു 1860 - 1929 ഒരു ജർമ്മൻ അമേരിക്കൻ സ്റ്റാറ്റിസ്റ്റീഷ്യൻ ഹെർമൻ ഹൊല്ലർത്ത് എന്ന് പറയുന്ന ആൾ ഒരു പ്രാക്ടിക്കൽ കാൽക്കുലേറ്റിംഗ് മെഷീൻ കണ്ടുപിടിച്ചു. അതിൻ്റെ പേരാണ് ടാബുലേറ്റർ. ടാബുലേറ്റർ പിന്നെ വന്ന ഇവല്യൂഷനിൽ വരുന്നതാണ് ടാബുലേറ്റർ എന്ന് പറഞ്ഞത്. അതും ഈ പറഞ്ഞ പോലെ അമേരിക്കയിൽ സെൻസസ് ബ്യൂറോ യൂസ് ചെയ്തിരുന്ന സംഭവമാണത്. അവരുടെ ആവശ്യങ്ങൾക്ക് യൂസ് ചെയ്തിരുന്ന ഒരു മെഷീനായിരുന്നു അത്, ഈ ടാബുലേറ്റർ എന്ന് പറയുന്നത്. അവരുടെ സെൻസസ് ബ്യൂറോ ഇല്ലേ, അവിടുത്തെ അമേരിക്കൻ സെൻസസ് ബ്യൂറോ, അവിടെ യൂസ് ചെയ്തിരുന്ന ഒരു കാൽക്കുലേറ്റർ ആയിരുന്നു, പ്രാക്ടിക്കൽ കാൽക്കുലേറ്റർ ആയിരുന്നു എന്ത്, ടാബുലേറ്റർ എന്ന് പറയുന്നത്. പിന്നെ അടുത്ത എവല്യൂഷനിലാണ് മാർക്ക് 1 കമ്പ്യൂട്ടേഴ്സ് വന്നത്. നമുക്ക് മാർക്ക് 1 കമ്പ്യൂട്ടേഴ്സിൽ വരുന്നത് അതൊരു ഓട്ടോമാറ്റിക് സീക്വൻസ് കൺട്രോൾഡ് കാൽക്കുലേറ്റർ ആയിരുന്നു. അതായത് ഫുള്ളി ഓട്ടോമാറ്റിക് കാൽക്കുലേറ്റിംഗ് മെഷീനായിരുന്നു എന്ത്, ഈ പറയുന്ന മാർക്ക് 1 കമ്പ്യൂട്ടേഴ്സിൽ പറയുന്നത്. അതെന്തൊക്കെ ചെയ്യുമായിരുന്നു? 5 ബേസിക് അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് ചെയ്യുമായിരുന്നു. അഡിഷൻ ചെയ്യുമായിരുന്നു, സബ്ട്രാക്ഷൻ ചെയ്യുമായിരുന്നു, മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമായിരുന്നു, ഡിവിഷൻ ചെയ്യുമായിരുന്നു. അതുപോലെ തന്നെ ടേബിൾ റെഫറൻസ് കാണാനും അതിന് പറ്റുമായിരുന്നു. അപ്പോൾ ഇത്രയും 5 കാര്യങ്ങളാണ് ഈ മാർക്ക് 1 കമ്പ്യൂട്ടേഴ്സ് ചെയ്തിരുന്നത്. പിന്നെ വന്നതാണ് അറ്റ്നാസോഫ്റ്റ് ബെറി കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയും, ABC കമ്പ്യൂട്ടേഴ്സ്. ABC കമ്പ്യൂട്ടേഴ്സ് ശരിക്കും അതിന് മെമ്മറി CPU ഉണ്ടായിരുന്നില്ല. ആ സംഭവത്തിന് ബൈനറി ഓപ്പറേഷൻസ് ഒക്കെ ചെയ്യാൻ പറ്റുമായിരുന്നു അതിന്. അത് ശരിക്കും ഒരു ഫിസിക്സ് പ്രൊഫസറായിട്ടുള്ള ഒരാളായിരുന്നു അത് അതുണ്ടാക്കിയത്, ഇൻവെൻറ്റ് ചെയ്തിരുന്നത്. അതിൽ വാക്യൂം ട്യൂബ്സാണ് യൂസ് ചെയ്തിരുന്നത്. വാക്യൂം ട്യൂബ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റണം അതൊരു ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടർ ആയിരുന്നു എന്നുള്ളത്. നമുക്ക് പല ടെക്നോളജി വെച്ചിട്ട് നമുക്ക് ഇതിനെ പല ജനറേഷൻസ് ആയിട്ട് തിരിക്കാൻ പറ്റും. അപ്പോൾ ഈ ABC കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത് ഏതാണ്? ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിൽ വരുന്ന കമ്പ്യൂട്ടേഴ്സ് ആയിരുന്നു. പിന്നെ അവർ പറയുന്നത് ENIAC എന്ന് പറയുന്ന ഒരു മെഷീനെ പറ്റിയാണ്. ENIAC എന്ന് വെച്ചാൽ ഇലക്ട്രോണിക് ന്യൂമറിക്കൽ ഇൻ്റഗ്രേറ്റർ ആൻഡ് കാൽക്കുലേറ്റർ എന്ന് പറയുന്നതാണ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫസ്റ്റ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് എന്തിനെയാണ്? ENIACനെയാണ് നമ്മൾ ഫസ്റ്റ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. ആ ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടറാണ്. ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിൽ സർക്യൂട്ടറിക്ക് യൂസ് ചെയ്തിരുന്നത് വാക്യൂം ട്യൂബുകളാണ്. വാക്യൂം ട്യൂബ്സ്, നമ്മുടെ ബൾബില്ലേ, നമ്മുടെ പണ്ടത്തെ ബൾബ് കണ്ടിട്ടുണ്ടോ? ചില്ലിൻ്റെ ഇങ്ങനെ ഷേപ്പുള്ള ആ ബൾബിൻ്റെ പോലത്തെ ഒരു സംഭവമാണ് വാക്യൂം ട്യൂബ്സ് എന്ന് പറഞ്ഞാൽ. ഇതെങ്ങനെ ഇരിക്കും, ഇതാണ് വാക്യൂം ട്യൂബ്സ്. ആ വാക്യൂം ട്യൂബ്സ് വെച്ചിട്ടുണ്ടാക്കിയ കമ്പ്യൂട്ടേഴ്സാണ് ENIAC എന്ന് പറയുന്നത്. ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടർ ആണത്. എന്നാലോചിക്ക് 19,000 വാക്യൂം ട്യൂബ്സാണ് അതിന് വേണ്ടി വന്നിരുന്നത്. 19,000 വാക്യൂം ട്യൂബ്സ്. ആ ഒരു കമ്പ്യൂട്ടർ പ്ലേസ് ചെയ്യാനായിട്ട് 800 സ്ക്വയർ ഫീറ്റ് പ്ലേസ് വേണമായിരുന്നു. ഒരു 3 ബെഡ്റൂമുള്ള വീടിൻ്റെ അത്രയും സ്പേസിലാണ് ആദ്യത്തെ കമ്പ്യൂട്ടറൊക്കെ. ഇന്നിപ്പോൾ എന്താണ്, നമുക്ക് ചെറുതായല്ലേ. എന്നാൽ ആലോചിച്ച് നോക്ക്, 800 സ്ക്വയർ ഫീറ്റ് വീട്, അത്രയും വേണമായിരുന്നു ഒരു കമ്പ്യൂട്ടർ വെക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെ സർക്യൂട്ടറിയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചിന്തിച്ച് നോക്കുക. ENIACൻ്റെ കേസാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അതായിരുന്നു പിന്നെ വന്ന ഇതിൽ വരുന്നത്. പിന്നെ അടുത്ത എവല്യൂഷനിൽ വന്നതാണ് EDSAC എന്ന് പറഞ്ഞിട്ടുള്ള കമ്പ്യൂട്ടർ. EDSAC എന്ന് പറഞ്ഞാൽ സ്റ്റോർഡ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്തത് ആരാണ്? EDSAC ആണ്. അതായത് ഒരു ഇൻസ്ട്രക്ഷൻ സ്റ്റോർ ചെയ്ത്, ഇപ്പോൾ 2 നമ്പർ, ഇപ്പോൾ നമ്മൾ കാൽക്കുലേറ്ററിൽ എങ്ങനെയാണ് ചെയ്യണേ? പ്ലസ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇന്നെ ചെയ്യണം, നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുക. അപ്പോൾ പ്ലസ് നിൽക്കില്ല, അത് സംഭവിക്കണം എന്നുള്ളത് സ്റ്റോർ ചെയ്ത് വയ്ക്കുക. അങ്ങനത്തെ സംഭവങ്ങളാണ് വരുന്നത്. അപ്പോൾ സ്റ്റോർ ചെയ്ത ഇൻസ്ട്രക്ഷൻ വെച്ചിട്ട് നമുക്ക് പല കാര്യങ്ങളും എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. ഒരു പ്രാവശ്യം സ്റ്റോർ ചെയ്തത് ഇപ്പോൾ നമുക്ക്
പല പല പ്രാവശ്യം നമുക്ക് ആവശ്യമുള്ളപ്പോൾ എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റും അല്ലേ. അപ്പോൾ ആ സ്റ്റോർഡ് പ്രോഗ്രാം കൺസെപ്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്തത് ഏതിലാണ്? എഡ്സാക്കിലാണ്. പക്ഷെ ഒരു ഫീച്ചർ ഇങ്ങനെ സ്റ്റോർഡ് പ്രോഗ്രാം കൺസെപ്റ്റ് കൊണ്ടുവരാൻ പറ്റും എന്നുള്ള ഒരു കൺസെപ്റ്റ് വന്നത് ഏതിലായിരുന്നു? എഡ്വാക്ക് ക്രിയേറ്റ് ചെയ്ത സമയത്തായിരുന്നു. ഇങ്ങനെ സ്റ്റോർഡ് പ്രോഗ്രാംസ് നമുക്ക് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ ആ ഒരു കൺസെപ്റ്റിലേക്ക് വന്നത് എഡ്വാക്കിലാണെങ്കിലും എഡ്സാക്ക് എന്ന് പറയുന്ന ആ ഒരു വേർഷനിലാണ് നമ്മൾ എന്ത് ചെയ്തത്? സ്റ്റോർഡ് പ്രോഗ്രാം കൺസെപ്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്തത്. ഓക്കെ, അടുത്തതാണ് യൂണിവാക്ക് എന്ന് പറയുന്നത്. യൂണിവാക്ക് എന്ന് പറയുന്നാൽ യൂണിവേഴ്സൽ ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടറാണ്. അത് ഈ പറഞ്ഞ പോലെ US-ലെ ശരിക്കും കൊമേഴ്ഷ്യലായിട്ട് അവർ യൂസ് ചെയ്തിരുന്ന ഒരു കമ്പ്യൂട്ടറാണ് യൂണിവാക്ക് എന്ന് പറഞ്ഞാൽ. അവരുടെ സെൻസസ് ബ്യൂറോയിൽ ഏതാണ്ട് 10 വർഷത്തോളം കാലം അവർ യൂസ് ചെയ്തിരുന്ന ഒരു കമ്പ്യൂട്ടറാണ് ഈ പറഞ്ഞ യൂണിവാക്ക് എന്ന് പറയുന്നത്. ഇതാണ് അതിൻ്റെ ഒരു ഒരു എവല്യൂഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇതിൽ യൂസ് ചെയ്ത ടെക്നോളജി വെച്ചിട്ട് പലതരത്തിൽ നമ്മളതിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. 5 ജനറേഷൻസാണ് നമുക്ക് വരുന്നത്. അതിൽ ഫസ്റ്റ് വരുന്നതാണ് ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു വാക്കൻ ടോപ്സ് ടെക്നോളജി വെച്ചിട്ടാന്ന് പറഞ്ഞു. അപ്പോൾ മെയിനായിട്ട് പറയുന്നത് സർക്യൂട്ടറിയാണ്. ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിൽ യൂസ് ചെയ്തിരുന്ന സർക്യൂട്ടറി എന്ന് പറയുന്നത് വാക്കൻ ട്യൂബ്സാണ്. വാക്കൻ ട്യൂബ്സ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ കാണിച്ചു തന്ന ഈ സംഭവമാണ് വാക്കൻ ട്യൂബ്സ് എന്ന് പറഞ്ഞാൽ. ഇത് ചില്ലാണ്. അപ്പോൾ ഇതെന്താണ്? ഭയങ്കര ഇലക്ട്രിസിറ്റി വേണം ഈ വാക്കൻ ട്യൂബ്സ് വർക്ക് ചെയ്യാൻ. അപ്പോൾ ഈ 19,000 വാക്കൻ ട്യൂബ്സുകൾ ഒന്നിച്ചിരിക്കുകയാണ്. ഒന്നിച്ചിരിക്കുമ്പോൾ എന്താ? ചൂട് പ്രൊഡ്യൂസ് ചെയ്യും. ചൂട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എന്ത് വേണം? ചൂട് പ്രൊഡ്യൂസ് ചെയ്ത് ഇത് പൊട്ടിപ്പോവും. ഇതിൻ്റെ ഗ്ലാസ് ഇല്ലേ, ടോപ്പ് ലെയർ ഗ്ലാസ് പൊട്ടിപ്പോവും. അന്നേരം സിസ്റ്റം വർക്ക് ചെയ്യില്ല. അപ്പോൾ എന്ത് ചെയ്തു? ആ ഇത്രയും ഈ സ്ക്വയർ ഫീറ്റിനെ അവർ എയർ കണ്ടീഷൻ ചെയ്തു. മനസ്സിലായോ? എയർ കണ്ടീഷൻ ചെയ്യേണ്ടി വന്നു. പിന്നെ മാഗ്നറ്റിക് മെമ്മറി ആയിട്ട് യൂസ് ചെയ്തിരുന്നത് മാഗ്നറ്റിക് ഡ്രമ്മുകളാണ്. വലിയ മാഗ്നറ്റിക് ഡ്രമ്മുകളാണ് നമ്മളിതിൽ മെമ്മറി ആയിട്ട് യൂസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിൻ്റെ ഫീച്ചേഴ്സ് അതൊക്കെയാണ് വരുന്നത്. എക്സാമ്പിൾസ് നമ്മൾ നേരത്തെ മുന്നേ പറഞ്ഞ ENIAC, എഡ്സാക്ക്, എഡ്വാക്ക്, യൂണിവാക്ക് അതെല്ലാം ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിൻ്റെ എക്സാമ്പിൾസ് ആണ്. നെക്സ്റ്റ് ആണ് സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് വരുന്നത്. സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് വന്നപ്പോഴത്തേക്കും ഇത് ഇപ്പോൾ ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിനെ സംബന്ധിച്ച് ഏത് നേരവും എപ്പോഴും വാക്കൻ ട്യൂബ്സ് പൊട്ടിപ്പോകും, അതിൻ്റെ ഫങ്ഷനിങ് നിന്ന് പോകും. പിന്നെ വന്ന വാക്കൻ ട്യൂബ്സിന് പകരം സർക്യൂട്ടറിക്ക് യൂസ് ചെയ്തത് ട്രാൻസിസ്റ്റേഴ്സാണ്. ട്രാൻസിസ്റ്റേഴ്സ് വന്നപ്പോഴത്തേക്കും വാക്കൻ ട്യൂബ്സിനെ റീപ്ലേസ് ചെയ്തു. വാക്കൻ ട്യൂബ്സ് വളരെ ഒരുവിധം വലുതായിരുന്നു. അത്രയും സ്പേസ് വേണ്ട ഒരു ട്രാൻസിസ്റ്ററിന്. ട്രാൻസിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഇതാണ് സംഭവം, ഇതാണ് ട്രാൻസിസ്റ്റർ. അപ്പോൾ ഈ വാക്കൻ ട്യൂബിനെ നമ്മൾ എന്ത് വെച്ച് റീപ്ലേസ് ചെയ്തു? ട്രാൻസിസ്റ്റേഴ്സ് വെച്ചിട്ട് റീപ്ലേസ് ചെയ്തു. ട്രാൻസിസ്റ്റേഴ്സ് വെച്ച് റീപ്ലേസ് ചെയ്തു. അപ്പോൾ എന്തായി? സൈസ് ഭയങ്കരമായിട്ട് റെഡ്യൂസായി. നമ്മുടെ 800 സ്ക്വയർ ഫീറ്റിലുള്ള അത്രയും സൈസല്ല, അതിനും കൂടുതൽ റെഡ്യൂസായി. അതുപോലെ തന്നെ അതിൻ്റെ പ്രൊഡക്ടിവിറ്റി കൂടി. അത് റിലയബിളായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി, പ്രൊഡക്റ്റീവായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി. പിന്നെ എന്താ പറയുന്നതെന്ന് വെച്ചാൽ ലെസ് പവർ മതി അതിന്. വാക്യൂം ട്യൂബ്സിൻ്റെ അത്രയും പവർ വേണ്ട, ഇലക്ട്രിസിറ്റി വേണ്ട. അതുകൊണ്ട് തന്നെ എന്താണ്? ഇതിന് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് വളരെ കുറഞ്ഞു. ഓക്കെ, അപ്പോൾ സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിനെ അപേക്ഷിച്ച് ഫാസ്റ്ററായി, സ്മോളറായി, റിലയബിളായി. ഇനി തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് ഓൺവേർഡ്സ് ആണ് നമ്മൾ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് എന്ന് പറയുന്ന കൺസെപ്റ്റ് യൂസ് ചെയ്യുന്നത്. നമ്മളിപ്പോഴും യൂസ് ചെയ്യുന്നത് ഈ പറഞ്ഞ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് എന്ന് വെച്ചാൽ ഒരു സിസ്റ്റത്തിൻ്റെ ആവശ്യമായിട്ടുള്ള ഡയോഡ്സ്, ട്രാൻസിസ്റ്റേഴ്സ്, റെസിസ്റ്റേഴ്സ് അതെന്തെല്ലാം ചെയ്യും? ഒരു സിംഗിൾ സിലിക്കൺ ചിപ്പ്, ഇതാണ് സിലിക്കൺ ചിപ്പ് എന്ന് പറഞ്ഞാൽ, ഒരു സിംഗിൾ സിലിക്കൺ ചിപ്പിൻ്റെ ഉള്ളിൽ ഇൻ്റഗ്രേറ്റ് ചെയ്ത് വെക്കും. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ കുഞ്ഞ് സിലിക്കൺ ചിപ്പിൻ്റെ ഉള്ളിൽ നമുക്ക് കുറേ കമ്പോണൻറ്റ്സ് ഒന്നിച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ട്രാൻസിസ്റ്റേഴ്സ് യൂസ് ചെയ്ത് അത്രയും കൂടി സ്പേസ് നമുക്ക് ആവശ്യമായിട്ട് വന്നില്ല. ഓക്കെ, അപ്പോൾ ഈ കമ്പോണൻറ്റ്സിനെല്ലാം ഒരു സിംഗിൾ സിലിക്കൺ ചിപ്പിൻ്റെ ഉള്ളിൽ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് വെക്കുന്നത് നമ്മൾ എന്താ പറയുന്നത്? ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് എന്നാണ് പറയുന്നത്.
അങ്ങനെയാണ് പറയണത്. അതിന് എക്സാമ്പിളായിട്ട് അവർ സിസ്റ്റം 360 ഇൻട്രൊഡ്യൂസ്ഡ് ബൈ IBM ഇൻട്രൊഡ്യൂസ് ചെയ്ത് സിസ്റ്റം 360 അങ്ങനത്തെ തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത്. തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് ഫസ്റ്റും സെക്കൻഡിനെ അപേക്ഷിച്ച് വളരെ സ്മോളറായിരുന്നു, ഫാസ്റ്ററായിരുന്നു, റിലയബിളായിരുന്നു ഈ കമ്പ്യൂട്ടേഴ്സ്. അതിനേലും ഫാസ്റ്ററാകാൻ തുടങ്ങി. സൈസ് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് റെഡ്യൂസ് ആയിട്ടോ, ചെറുതായി ശരിക്കും. ഇപ്പോൾ ഉള്ള പോലെ അല്ല, എന്നാലും ആദ്യത്തെ ജനറേഷൻ വെച്ചിട്ട് നോക്കുമ്പോൾ തേർഡ് ജനറേഷനിൽ ഭയങ്കരമായിട്ട് സൈസ് റെഡ്യൂസായി. ഓക്കെ, അടുത്താണ് ഫോർത്ത് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ്. ഫോർത്ത് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്പ്യൂട്ടേഴ്സാണ് ഫോർത്ത് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ്. ഫോർത്ത് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിൽ ഏർലി സ്റ്റേജസിൽ നമ്മൾ യൂസ് ചെയ്തിരുന്നത് ലാർജ് സ്കെയിൽ ഇൻ്റഗ്രേഷനാണ്. അതായത് ലാർജ് സ്കെയിൽ ഇൻ്റഗ്രേഷൻ എന്ന് വെച്ചാൽ ഒരു 10,000 കമ്പോണൻസ്, ഒരു 10,000 കമ്പോണൻസ് ഒരു സിംഗിൾ സിലിക്കൺ ചിപ്പിൻ്റെ ഉള്ളിൽ ഇൻ്റഗ്രേറ്റ് ചെയ്ത് വെക്കാൻ പറ്റി നമുക്ക്. പിന്നെ ലേറ്റർ സ്റ്റേജസ് ഓഫ് ഫോർത്ത് ജനറേഷൻ കമ്പ്യൂട്ടർ, നമ്മുടെ ഇപ്പോഴുള്ള സ്റ്റേജിൽ നമ്മൾ എന്ത് ചെയ്തു, ലാക്സ് ഓഫ് കമ്പോണൻ്റ് ഒരു സിംഗിൾ സിലിക്കൺ ചിപ്പിൻ്റെ ഉള്ളിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തു. അതായത് ഒരു സിസ്റ്റം, ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എല്ലാ സർക്യൂട്ടറിയും എന്തിലുണ്ടാവും, ഈ ഒരു സിംഗിൾ സിലിക്കൺ ചിപ്പിനുള്ളിലുണ്ടാവും. ആ സിലിക്കൺ ചിപ്പ് എന്തെന്നാണ് നമ്മൾ പറയണേ, പ്രോസസ്സർ എന്നാണ് പറയണേ, മൈക്രോ പ്രോസസ്സർ. അപ്പം നമ്മളൊരു സിസ്റ്റം വാങ്ങിക്കാൻ പോകുമ്പോൾ നമ്മൾ പറയും ഏത് പ്രോസസ്സർ വേണം എന്നൊക്കെ അവർ ചോദിക്കുക. അല്ലെങ്കിൽ നമ്മൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നമ്മൾ പറയും ഇൻ്റലിൻ്റെ വേണം, i3 കോറ് വേണം, i3 വേണം എന്നൊക്കെ നമ്മൾ പറയില്ലേ. അപ്പോൾ അതാണ് മൈക്രോ പ്രോസസ്സർ എന്ന് പറഞ്ഞാൽ. നമ്മളിപ്പോൾ റീസെൻ്റ്ലി നമ്മുടെ ഓഫീസസിലും ഹൗസിലൊക്കെ വീടുകളിലൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സിസ്റ്റം ഏതാണ്, അതിൻ്റെ ഉള്ളിൽ മൈക്രോ പ്രോസസ്സറാണ് ഉള്ളത്. ആ സിസ്റ്റങ്ങളെ നമ്മൾ എന്തെന്നാണ് പറയണേ, മൈക്രോ പ്രോസസ്സർ സിസ്റ്റംസ് എന്നാണ് പറയുന്നത്, മൈക്രോ കമ്പ്യൂട്ടേഴ്സ് എന്നാണ് പറയുന്നത്. മൈക്രോ പ്രോസസ്സർ യൂസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന കമ്പ്യൂട്ടേഴ്സിനെ നമ്മൾ എന്താ പറയണേ, മൈക്രോ കമ്പ്യൂട്ടേഴ്സാണ്. ഇന്ന് കാണുന്ന മൈക്രോ കമ്പ്യൂട്ടേഴ്സിൽ ലാക്സ് ഓഫ് കമ്പോണൻസ് ആണ് ഒരു സർക്യൂട്ടിൽ, ഒരു സിംഗിൾ സിലിക്കൺ ചിപ്പിൻ്റെ ഉള്ളിൽ ഇൻ്റഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിൻ്റെ പേരാണ് മൈക്രോ പ്രോസസ്സർ. മൈക്രോ പ്രോസസ്സർ യൂസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന കമ്പ്യൂട്ടേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മൈക്രോ കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ജനറേഷനിലേക്ക് വരുമ്പോഴാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് വരുന്നത്. ഫോർത്ത് ജനറേഷനിൽ നമുക്ക് കുറേ കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്തു. ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ്, നമ്മൾ ആദ്യമൊക്കെ ചെയ്തിരുന്ന എല്ലാ കമാൻഡ് നമ്മൾ തന്നെ പഠിച്ചു വേണം ചെയ്യാനായിട്ട്. പിന്നെ ഇപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലോഡ് ചെയ്യും അല്ലേ, നമ്മൾ സിസ്റ്റം ഓൺ ചെയ്യുമ്പോൾ തന്നെ ഡെസ്ക്ടോപ്പ് വരും അല്ലേ, അതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ്. ആ ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് എല്ലാം ഡെവലപ്പ് ചെയ്തത് ശരിക്കും ഫോർത്ത് ജനറേഷനിലാണ്. നെക്സ്റ്റ് ജനറേഷനാണ് ഫിഫ്ത്ത് ജനറേഷൻ എന്ന് പറയുന്നത്. അതാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ഫോർത്ത് സ്റ്റേജിൻ്റെ ലേറ്റസ്റ്റ് സ്റ്റേജസിലേക്കാണ്, അവസാനമൊക്കെ ആയി നിൽക്കുന്നു. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലെ സ്റ്റഡീസ് ശരിക്കും നടന്നു വരുന്നതേ ഉള്ളൂ. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അവർ എന്താ കൊണ്ടുവരാൻ നോക്കണേന്നറിയോ, സിസ്റ്റം തന്നെത്താനെ എന്തെങ്കിലും ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻ വന്നാൽ സിസ്റ്റം തന്നെത്താനെ ഡിസിഷൻ എടുക്കണം, അതനുസരിച്ച് പ്രവർത്തിക്കണം. ഇത്രയും നാൾ എങ്ങനെയായിരുന്നു, നമ്മൾ പറയണ അനുസരിച്ചിട്ടാണ് അത് ചെയ്തത്. പക്ഷേ ഇനി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരുമ്പോൾ ഒരു മെഷീൻ അതിൻ്റേതായ തീരുമാനങ്ങൾ എടുക്കാനും അതിനെ നടപ്പാക്കാനും കഴിയണം. ഓക്കെ, അത് ഒരെണ്ണം. അങ്ങനെ പല സെക്ടേഴ്സിൽ പല രീതിയിൽ ഇപ്പം നമ്മളിത് പറയുന്നു. മൈൻസിലൊക്കെ നമ്മൾ ഇത് യൂസ് ചെയ്യാറുണ്ടല്ലോ, മൈൻസിലൊക്കെ ചെല്ലാൻ നേരത്ത് റാപ്പിഡ് ആക്ഷൻസ് ആയിരിക്കണം. അപ്പോൾ ഇത് തിരിച്ച് നമ്മളുടെ അടുത്ത് വന്ന് മനുഷ്യരാലോചിച്ച് ആ ഒരു കാര്യം ചെയ്യണതിന് മുന്നേയിട്ട് ആര് ചെയ്യണം, അവിടെ പോയി ആ റോബോട്ട് അത് ചെയ്യണം. റോബോട്ട് എന്ന് പറയുന്ന ഒരു മെഷീൻ തന്നെയാണ്, ശരിക്കും ഒരു കമ്പ്യൂട്ടർ മെഷീൻ തന്നെയാണ്. അപ്പോൾ ആ ക്രിട്ടിക്കലായിട്ടുള്ള അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ കറക്റ്റായിട്ട് അത് ഡിസിഷൻ എടുക്കാൻ, ഡിസിഷൻ മേക്കിങ്ങും അത് ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റിയും ആർക്ക് കൊടുക്കുകയാണ്, എന്നുള്ള മെഷീൻ കൊടുക്കണം. അതാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ ഇപ്പോൾ റിസർച്ചിങ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സിൽ നമുക്ക് വരുന്നത്. ഇനി നമുക്ക് ക്ലാസിഫിക്കേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സാണ് അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ.